എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമാണ്. A few moments later. ചേട്ടാ ലിഫ്റ്റ് തരുമോ? ചേട്ടാ ലിഫ്റ്റ് തരുമോ? ചേട്ടാ ലിഫ്റ്റ് തരുമോ? ചേട്ടാ ലിഫ്റ്റ് തരുമോ? എന്താടാ മോളെ പറ, അച്ഛൻ എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. എന്താ പറ? എടാ മോനെ, ഇതിനൊരു പരിഹാരമുണ്ട്. നിന്റെ മാമൻ നിന്റെ ഫോർഡ് മാമൻ. ഈ ഫോർഡ് മാമൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പൊ ഇതിനും പരിഹാരം ഉണ്ടാക്കി തരാം. എടുത്തോ. ശരി, നീ എന്റെ ബൈക്കൊക്കെ എടുത്തിട്ട് പോയിക്കോ. പക്ഷെ മോനെ നോക്കി പോയിട്ട് വരണം കേട്ടോ. എന്റെ ബൈക്കൊക്കെ എടുത്തിട്ട് പോണതൊക്കെ ശരി. അന്നത്തെ പോലെ വലിയ സീനൊന്നും ആക്കല്ലേ. നോക്കി പോയിട്ട് വരണം.
എനിക്കെല്ലാം അറിയാം. നീ മറ്റേ ജോസഫിന്റെ മോനല്ലേ? ജോസഫ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇങ്ങനെ വരുമെന്ന്. എടാ മോനെ, ഇതിനെന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനൊരാളുണ്ട്. അയാളാണ് കുമ്പടി സ്വാമി. അക്കരെ കാണുന്ന ക്ലോക്ക് ടവറിലെ ബ്രിഡ്ജിന്റെ മുകളിലാണ് ഈ സ്വാമിയുടെ താമസം. ഓടാ മക്കളെ. പക്ഷെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ പകുതി വരെ കൂട്ടിട്ട് പോകുള്ളൂ. ആ മക്കളെ, ഞാൻ വണ്ടി കയറാം, നമുക്ക് പോവാമ്പോ. ശാന്തി ശാന്തി, എല്ലാം ശാന്തി ശാന്തി. എല്ലാ കാര്യവും എനിക്കറിയാം. നീ ജോസഫിന്റെ മോനല്ലേ? എന്നോട് ഫോർഡ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരുത്തൻ വരുമെന്ന്, നിന്നെ കാണാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരനെ ഇനി രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, നീ ആ പ്രേതത്തിന് ഒന്നും കൂടി ലിഫ്റ്റ് കൊടുത്ത് ആ പ്രേതത്തിന്റെ വീട്ടിൽ നീ ആക്കിയാൽ നിനക്ക് നിന്റെ കൂട്ടുകാരെ നിനക്ക് തിരിച്ചു കിട്ടും. ഞാൻ പേടിച്ചു പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരൻ എപ്പ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് സ്വാമിജി ഇങ്ങനെ ഉണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. സ്വാമിജി പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയത്. താങ്ക് യു സ്വാമിജി. അയ്യോ മക്കളെ, അതൊന്നും വേണ്ട മക്കളെ. സ്വാമിജിന്റെ മക്കളല്ലേ നിങ്ങള്, എന്റെ കൂട്ടുകാരന്റെ മക്കളല്ലേ. അതൊന്നും വേണ്ട മക്കളെ, നിങ്ങൾ പൊയ്ക്കോളൂ. സ്വാമിജി ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ആവില്ല സ്വാമിജി. അതൊന്നും വേണ്ട മക്കളെ. അയ്യോ, ഇവനെപ്പോഴും നമ്മൾ ദോഷത്തിലിരിക്കുമ്പോ അവന് ഡൗട്ട്. എന്താണ് പറ, ഈ പ്രേതങ്ങൾ എത്ര മണിക്കാണ് വരിക? നല്ല ചോദ്യം. എനിക്കറിയില്ല. പ്രേതങ്ങളെ രാവിലെ 10 മണിക്കാ വരിക. ഇങ്ങനെ എന്താ ചെയ്യാന്നറിയോ? പ്രേത രാത്രി 12 മണിക്കട പൊട്ട വരിക. പ്രേതം വന്നിപ്പോ വന്നു, അത് വരും. ഞാൻ നോക്കിക്കോ, ചിലപ്പോ നിന്നെ കൊല്ലും, പറയാൻ പറ്റില്ല.
എടാ നിക്കടാ നിങ്ങള്, നിക്കടാ നിക്കടാ നിങ്ങളെ നിൽക്കുണ്ടല്ലടാ. അന്ന് നിക്കാൻ പറഞ്ഞ നീ നിന്നില്ലല്ലോ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ ഒന്നും ചെയ്യില്ല. നിനക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ചെയ്തു തരാം. നിനക്ക് എന്താ വേണ്ടത്? നീ എന്റെ കൂട്ടുകാരെ തിരിച്ചതും അത് നിനക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ചെയ്തു തരാം. എന്നാ ശരി, എന്നെ ലിഫ്റ്റ് കൂട്ടി എന്റെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കൂ. എവിടെ നിന്റെ വീട്? എന്നെ മാപ്പിൽ പിൻ ചെയ്ത് തരൂ. എന്റെ ഫോണിൽ ഞാൻ നിനക്ക് തരാം. പിൻ ചെയ്യൂ. അപ്പളാ എനിക്ക് പോവാൻ പറ്റുക. ഞാൻ പിൻ ചെയ്യാം, പെട്ടെന്ന് ഞാൻ പിൻ ചെയ്യും. പക്ഷേ നിങ്ങൾക്കൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയണതിൻ്റെ ടൈമിന് ഉള്ളിൽ നിങ്ങൾ എന്നെ വീട്ടിൽ ചേർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ഞാൻ കൊത്തിക്കും. പിന്നെ നീയും ചാകും, നിന്റെ കൂട്ടുകാരനും ചാകും. അയ്യോ പ്രേതമേ, അങ്ങനെയൊന്നും ചെയ്യില്ല പ്രേതമേ. ഞങ്ങൾ നല്ലവരാ പ്രേതമേ. അയ്യോ പ്രേതമേ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പെട്ടെന്ന് കൊണ്ടേ വിടറാ. ഞാൻ പെണ്ണും അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ വിട്. അയ്യോ പ്രേതമേ, ഞങ്ങൾ ഒന്നും പറയില്ല. ഞങ്ങൾ ഇപ്പം തന്നെ കൊണ്ടുവിടാം. നിന്റെ വീടെത്തി, നിന്റെ വീടെത്തി. ഈ മനസ്സ് ഞാനെന്താ അന്ന് കാട്ടിയില്ല. അന്ന് കാട്ടി എത്ര പ്രശ്നം ഉണ്ടാവോ? അയ്യോ തെറ്റിപ്പോയി പ്രേതമേ, തെറ്റിപ്പോയി പ്രേതമേ. ഇനി എന്റെ കൂട്ടുകാരനെ വേണ്ടേ? അതിന് നിന്റെ ഈ ടൈറ്റൻ മലയാളി എന്ന ദില്ലുവിനെ എനിക്ക് വേണം. അയ്യോ അവനൊന്നും ചെയ്യില്ല. അയ്യോ അവനൊന്നും ചെയ്യില്ല. ഈ പ്രേതമേ, നീ അവനെയും കൊന്ന. അമ്മ എന്നെയും കൂടി കൊല്ല്, എന്നെയും കൂടി കൊല്ല് പ്രേതമേ. നിന്റെ കൂട്ടുകാരൻ നിനക്ക് വേണ്ടേ? വേണം. വരട്ടെ മരിച്ചു പോയ ദില്ലു. എവിടെ? അവനെ കാണാനില്ല. എവിടെ എന്റെ കൂട്ടുകാരൻ എവിടെ? എടാ നിന്റെ മച്ചാൻ, നീ വന്നോ? എടാ മച്ചാൻ. അപ്പോഴേക്ക് ഇവനെ മതിയോ? നിന്റെ കൂട്ടുകാരൻ നബ്ബാനെന്ന് നബ്ബുവിനെ വേണ്ടേ? നിങ്ങൾ വീട്ടിലേക്ക് പോയി നോക്കൂ, അവൻ അവിടെ ഇരിക്കുന്നുണ്ടാകും. പെട്ടെന്ന് പോകൂ, ഇല്ലെങ്കിൽ ഞാൻ വണ്ടീനെ കൊളുത്തും. അവനെ തെരയണ്ടേ? വാ പെട്ടെന്ന് നീ വണ്ടി വീട്ടിക്ക് വിട്. ആടാ ഞാൻ വിടാം. നമുക്ക് പെട്ടെന്ന് അവനെ പോയി തെരഞ്ഞിട്ട് എവിടേക്കെങ്കിലൊക്കെ പോണ്ടേ? ആടാ നമുക്ക് പോണം. ഫസ്റ്റ് നീ വണ്ടി നേരെ ഓട്ടിച്ചിട്ടൊന്ന് പോടാ. ഞാൻ പോകുന്നുണ്ട്. അയ്യോ എനിക്ക് പക്ഷെ പേടിയാവണടാ. ചിലപ്പോ ഈ പ്രേതം നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും. പറ്റിക്കാൻ പോയിട്ട് തിരിച്ച് സ്വാമിജിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതിനെ കൊല്ലാം. ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് ഓടാ. നമുക്ക് വണ്ടി ഇവിടെ വെച്ച് ഓടാം. അതാടാ നമ്മുടെ കൂട്ടുകാരൻ കിടക്കുന്നു തോന്നുന്നു. ചിലപ്പോ അവിടെ കിടക്കണോ? പെട്ടെന്ന് നമുക്ക് പോയി നോക്കാം. വാടതില്ല, ഓടി വാടാ. അതിന് റൂം എവിടെയാണ്? മുകളിലാടാ. എന്നാ മുകളിൽ പോയി നോക്കാം. പോണ്ടേ?